ഹായ് ഹലോ, ഏവർക്കും ഒരു ചുറ്റിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പതിവ് വ്ളോഗുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ നിലം പ്രദേശമൊക്കെ വിട്ട് കുറച്ചുകൂടെ ഹിൽ ടോപ്പിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതെ, നമ്മൾ ഇന്ന് പോകുന്നത് മൂന്നാറിനടുത്തുള്ള കൊളുക്കുമലയിലെ കാഴ്ചകളിലേക്കാണ്. അപ്പൊ എങ്ങനെയാ പോകല്ലേ? അപ്പോൾ മച്ചാന്മാരെ, രാവിലെ 11:30 ഇറങ്ങിയ ഞങ്ങളെ ഇത് ഇപ്പോഴാണ് സൂര്യനെല്ലിയിലൂടെ അടുക്കുന്നത്. ഇപ്പം സമയം 4 മണി. ഞങ്ങളുടെ ബൈക്കും ഞങ്ങളും എല്ലാം മൊത്തം ഇരുന്നിരുന്നൊരു ഒറ്റ സ്ട്രെച്ചറായെന്ന് വേണം പറയാം. ഇത്ര നേരം ഞങ്ങളുടെ ഫ്യൂവല് ഞങ്ങളുടെ വിൽ പവർ മാത്രമായിരുന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് എന്തായാലും റിയൽ ഫ്യൂവൽ ഉള്ളിൽ ചെല്ലാണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ വണ്ടി എടുത്തപ്പോൾ തൊട്ട് നല്ല നിറുകന്തല അടിച്ച് പൊളിക്കുന്ന നല്ല ഊക്കം വെയിലായിരുന്നു. എന്തായാലും വണ്ടിയുടെ ഷോക്ക് അബ്സറിനും ഞങ്ങളുടെ ഷോക്ക് അബ്സറിനും അത്യാവശ്യമായിട്ട് കുറച്ച് വിശ്രമം കൊടുക്കേണ്ട ആവശ്യകത ഇരിക്കുന്നു. ആനയിറക്കൽ ഡാമിൻ്റെ ഒരു അടിപൊളി വിഷ്വൽസ് ഒക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. എങ്കിൽ പിന്നെ കുറച്ചു നേരം നമുക്കിവിടെ ഇറങ്ങി നമ്മുടെ വണ്ടി ഒന്ന് തണുപ്പിച്ചേക്കാം, പിന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട ഫ്യൂവലും അടിച്ചേക്കാന്ന് വെച്ചു. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി തൊട്ടടുത്ത് കണ്ട കടയിലെ ചേട്ടൻ്റെ എടുക്കുന്നത് 2 തണുത്ത സോഡാ സർബത്തും ഒരു ചോളം ചുട്ടതും പറഞ്ഞു. അങ്ങനെ വ്യൂ പോയിന്റും കണ്ട് ചോളമൊക്കെ തട്ടി നിൽക്കണ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉള്ള വണ്ടികളൊക്കെ സൂര്യനെല്ലിയിലോട്ട് വെച്ചിളക്കി പോകുന്നത്. ഇവിടെ നിന്ന് വെറുതെ നമുക്കും സമയം കളയണ്ട. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ സൂര്യനെല്ലിയിൽ നിന്ന്. ഹലോ മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ വെളുപ്പിനൊരു 4:30 ആയപ്പോൾ സൂര്യനെല്ലിയിൽ നിന്ന് ജീപ്പിൽ കയറിയതാണ് ഞങ്ങൾ. അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഷടപടേന്നായതുകൊണ്ട് പ്രത്യേകിച്ച് വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി വരുന്ന വഴിയിൽ സൺറൈസിൻ്റെ ഒരു അടിപൊളി വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ ഡ്രൈവർ അണ്ണൻ്റെ കയ്യോ കാലോ പിടിച്ചു എങ്ങനെയൊക്കെയോ വണ്ടി നിർത്തിച്ചാണ് ഇവിടെ. പൊതുവെ ഇവിടെ അങ്ങനെ വണ്ടി നിർത്തി കൊടുക്കാത്തതാണ്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നല്ല കട്ട ഓഫ് റോഡാണ്, വഴിക്കാണെങ്കിൽ ഒട്ടും വീതിയില്ല, പിന്നെ പുറകെ വരിയായിട്ട് വണ്ടികളും വന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ സൂര്യനെല്ലിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് അമലിൻ്റെ വണ്ടി ആയതുകൊണ്ട് അവർ നിർത്തി തന്നാണ്. ഇന്നലെ അവൻ്റെ ഹോം സ്റ്റേ ആയ മൂന്നാർ ഡ്രീംസിലുമായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ഒരു വണ്ടി ഫ്രെയിമിലും കയറി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരുപാട് സമയം കളയുന്നില്ല. നമ്മൾ മാത്രമല്ലല്ലോ വണ്ടിയിലുള്ളത്, വേറെ 4 പേര് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ അവരെയും പോസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും മലമുകളിലോട്ട്. അങ്ങനെ ഞങ്ങൾ കൊളുക്കുമലയുടെ മണ്ടക്കെത്തി. ജീപ്പ് ഇറങ്ങിയിട്ട് ഒരു 100-150 മീറ്റർ അടുത്ത് നടന്ന് വേണം നമുക്ക് വ്യൂ പോയിന്റിലോട്ടെത്താൻ. ഞങ്ങൾ താഴെ നിന്നപ്പോൾ ഓർത്തു മുകളിലൊക്കെ ഇപ്പം നല്ല രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കുന്നു. എന്നാൽ മുകളിലെത്തിയപ്പോഴും അത്യാവശ്യം ഇരുട്ട് തന്നെയാണ് കേട്ടോ. ചെറിയ രീതിയിൽ കാറ്റൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാറ്റിനി ചെറിയ രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന ടീംസൊക്കെ നൈസായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വൈബ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൊളുക്കുമലയിലേക്ക് സഞ്ചാരികൾ ആകർഷിക്കുന്ന ഒരു പ്രധാന വിഷ്വൽ എന്ന് പറയുന്നത് സൺറൈസും അതേപോലെ തന്നെ ക്ലൗഡ് ബെഡുമാണ്. ഞങ്ങൾ എത്തിയ സമയം ഏകദേശം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ് ഒക്കെ പകർത്താൻ വേണ്ടി നമ്മളെപ്പോലെ തന്നെ ക്യാമറയും ഹെലി ക്യാമറയും അങ്ങനെ എല്ലാ കിടുതാപ്പുമായിട്ട് ഒട്ടനവധി ആൾക്കാരാണ് വന്നേക്കുന്നത്. ഒരിടത്ത് റീൽസ് എടുക്കുന്ന ആൾക്കാർ, ഒരിടത്ത് പോസ്റ്റ് വെഡിങ്, ഒരിടത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെ ഓരോരുത്തരും ഓരോ വൈബിലാണ്. ഇവരുടെ ഒന്നും പ്രൈവസിയിലോട്ട് കയറി വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ വിഷ്വൽസ് ആഡ് ചെയ്യാത്തത്. ഞങ്ങൾ ഇപ്പം ഈ നിൽക്കുന്ന കൊളുക്കുമല സമുദ്രനിരപ്പിൽ നിന്ന് 7130 അടി ഹൈറ്റിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത കെട്ടിടമായ നമ്മുടെ ബുർജ് ഖലീഫയ്ക്ക് പോലും വെറും 2716.5 അടി ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന മലയുടെ വ്യൂവും അവിടുത്തെ ഹൈറ്റും.
ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു മലയാണ് നമ്മുടെ ദുൽഖർ ചാർലി സിനിമയിൽ പറഞ്ഞ മീശ പുലിമല. ഗോൾഡൻ ലൈറ്റൊക്കെ കണ്ണിലേക്ക് ഇതേ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. കണ്ണിലേക്ക് മാത്രമല്ല, എല്ലായിടത്തേക്കും നല്ല ശക്തിയായിട്ട് കാറ്റും അടിച്ചു കയറുന്നുണ്ട്. അജിത്ത് ഷോട്ടൊക്കെ എടുത്ത് എന്നത് ഇപ്പം ഞെട്ടിക്കുമെന്നും പറഞ്ഞ് ആ മലയുടെ വക്കത്ത് നിന്ന് ഷൂട്ടൊക്കെ ചെയ്തോണ്ട് ഇപ്പം ഉണ്ട്. എന്തെങ്കിലും കിട്ടുമോ എന്തോ. മിക്കവാറും ഗിംബലിന്റെ സ്റ്റെബിലൈസേഷൻ കിട്ടാതെ വന്ന ഇവിടുത്തെ കാറ്റിനെ കുറ്റം പറയാനാണ് ചാൻസ്. നമ്മുടെ കൂടെ ജീപ്പിലുണ്ടായിരുന്നൊരു മച്ചാൻ കയ്യിലിടുന്ന സ്പീക്കറിൽ ഒരു പാട്ടൊക്കെ ഇട്ടൊരു വൈബൊക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം സമയം 6:30 കഴിഞ്ഞു. നല്ല വെയിലും ഉണ്ട്, നല്ല ക്രൗഡും ഉണ്ട്, കൂടെ നല്ല തണുപ്പും ഉണ്ട്. ഈ കൊളുക്കുമലയിൽ നിന്ന് ഏകദേശം ഒരു 360 വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഈ ഓവറോൾ വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ദിനം പ്രതി നിരവധി സഞ്ചാരികളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ഏകദേശം ഒരു 250-ൽ പരം ജീപ്പുകൾ സൂര്യനെല്ലിയിൽ നിന്ന് ലഭ്യമാണ്. എന്നിരുന്നാലും ഇത്രത്തോളം ജീപ്പുകൾ ഉണ്ടായിട്ടും ദിനം പ്രതി നിരവധി സഞ്ചാരികൾ ഇവിടെ വന്ന് ജീപ്പ് ലഭിക്കാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയും വരാറുണ്ട്. ഞങ്ങളുടെ മച്ചാൻ അമൽ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് താമസത്തിനും ജീപ്പിനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന നിങ്ങളാരും ജീപ്പ് കിട്ടാണ്ട് നിരാശരായി പോകേണ്ട ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മച്ചാന്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ സ്ക്രീനിന്റെ ഏതെങ്കിലും ഒരു മൂലയിലോ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് മച്ചാനോട് പറയുകയാണെങ്കിൽ മച്ചാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനെ ഇപ്പൊ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വെളുപ്പിന് കണ്ട ഗോൾഡൻ ലൈറ്റൊക്കെ മാറി ഇപ്പൊ തനി നാച്ചുറൽ ലൈറ്റൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ നല്ല വെയിലാണെങ്കിലും കാറ്റ് നന്നായിട്ട് അടിക്കുന്നതുകൊണ്ട് ചൂട് കുറവാണ്. അപ്പൊ നമ്മുടെ ഡ്രൈവറെണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു താഴേക്ക് ഇറങ്ങാൻ വേണ്ടി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മച്ചന്മാരൊക്കെ പതിയെ ഇറങ്ങി തുടങ്ങി. എന്തായാലും നമുക്കും പതിയെ അങ്ങോട്ട് ഇറങ്ങിയേക്കാം. അങ്ങനെ പതിയെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്ന വഴി ദൂരേക്ക് നോക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന ആ പഴയ മിസ്റ്റും ലൈറ്റിന്റെ ടോണൊക്കെ മാറിയതുകൊണ്ട് തന്നെ ദൂരെയുള്ള മലകളുടെ സ്ട്രക്ചറൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മുടെ ഈ ക്യാൻവാസിൽ വരച്ചൊരു പെയിന്റിങ്സ് ഒക്കെ പോലെ അടിപൊളി വിഷ്വലാട്ടോ അത്. നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് നല്ല രീതിയിൽ ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിന്റെ വിഷ്വൽസ് ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ഓഫ് റോഡ് യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ വളഞ്ഞും പുളഞ്ഞൊക്കെ കിടക്കുന്ന ഒരു ഹെവി ഓഫ് റോഡ്. ഞങ്ങളുടെ ശരീരം മൊത്തം ഇളക്കി മറിച്ചുകൊണ്ട് ഒരു റോ അഡ്വഞ്ചർ വൈബ്. നിങ്ങൾ ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഓൾമോസ്റ്റ് വൺ സൈഡ് 9 കിലോമീറ്റർ വെച്ച് ടോട്ടൽ 18 കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ ഈ ജീപ്പ് യാത്ര. നമ്മുടെ ഡ്രൈവർ ചേട്ടനാണെങ്കിൽ പാട്ടൊക്കെ വെച്ച് നല്ല പൊള്ളി വൈബും. ഏകദേശം ഒരു 1/4 മണിക്കൂറൊക്കെ കൊണ്ട് നമ്മൾ മല ഇറങ്ങി സൂര്യനെല്ലിയിലോട്ടെത്തി. അപ്പോൾ കൊളുക്കുമലയിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും മൂന്നാറിലെ നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തേക്കണേ.